2026 നമ്മുടെ രാജ്യം കസറാനൊരുങ്ങുകയാണ്. ഇത് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്കിടയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും വാർത്ത വിശദമായി തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ലോകത്തിനിപ്പോൾ നമ്മുടെ രാജ്യത്തെ വേണമെന്നുള്ളൊരവസ്ഥയാണ്. ഇന്ത്യക്കുള്ളിൽ പല പ്രധാനപ്പെട്ട മേഖലകളിലും വലിയ തരത്തിലുള്ള വികസനമാണ് രാജ്യം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ സഹായം അവരുടെ പല മേഖലകളിലും വേണമെന്നൊരവസ്ഥയാണ്. മുൻപൊക്കെ സ്ഥിരമായി മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ ആയിരുന്നു നമ്മുടെ രാജ്യം വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ വലിയ രീതിയിൽ സഹായിക്കാൻ പോകുന്ന തരത്തിൽ നമ്മുടെ രാജ്യം വളർന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തികച്ചും അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? രാജ്യസ്നേഹികൾക്കൊക്കെ വളരെയധികം ആവേശം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. നേരെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യയുടെ അഭിമാനമായ അസ്ത്ര മിസൈലിനെ കുറിച്ചാണ് പറയാനുള്ളത്. അസ്ത്ര മിസൈൽ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. കാരണം അർമേനിയയുടെ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ അവർക്ക് വേണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. Su-30SM എന്ന അർമേനിയയുടെ യുദ്ധവിമാനങ്ങളിൽ വിന്യസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അസ്ത്ര മിസൈൽ അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി വലിയ ചർച്ചകളിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ ശേഷി തന്നെയാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്നത്. അർമേനിയയുടെ 4 Su-30SM യുദ്ധവിമാനങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾ ആവശ്യമായി വരുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ആണ് നമ്മുടെ അസ്ത്ര മിസൈൽ വികസിപ്പിച്ചെടുത്തത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായി തന്നെയാണ് അസ്ത്ര മിസൈൽ നിലകൊള്ളുന്നത്. 2025 മെയ് മാസത്തിൽ അതിർത്തിയിൽ സംഘർഷങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മുടെ അസ്ത്ര MK1 എന്നൊരു മോഡൽ വിന്യസിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിൽ കൃത്യമായ ഫോളോ അപ്പുകൾ നടത്തി ഭാവിയിൽ അതിൻ്റെ പ്രകടനം ഉയർത്തുന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ അതിൽ വേണ്ട ആവശ്യമായ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നത് എടുത്തു തന്നെ പറയണം. അതുകൊണ്ട് തന്നെ DRDO നിലവിൽ നമ്മുടെ അസ്ത്ര MK1 എന്ന മോഡലിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നതും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു അസ്ത്ര മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 110 കിലോമീറ്ററാണ്. ആ ഒരു റേഞ്ചിൽ നിന്നും 160 കിലോമീറ്ററായി വികസിപ്പിച്ചെടുക്കും എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ഈ 2026 അവസാനത്തോടെ ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുമെന്നും ഇപ്പോഴത്തെ ചർച്ചകൾ അവസാനിച്ചു കഴിഞ്ഞാൽ അർമേനിയയ്ക്ക് ഈ നവീകരിച്ച പതിപ്പായിരിക്കും ലഭിക്കുക എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 160 കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര MK1 അർമേനിയയുടെ Su-30SM-കൾക്ക് വലിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രകടനം നൽകും അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുമെന്നത് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടെത്തൽ, നശിപ്പിക്കൽ ശൃംഖലകൾ വികസിപ്പിക്കുകയും വ്യോമ അതിർത്തിയിൽ വലിയ തരത്തിലുള്ള അതിജീവനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ത്യയുടെയും അർമേനിയയുടെയും ഈ ഒരു നീക്കത്തോടു കൂടി ലോകശ്രദ്ധ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നതും എടുത്തു തന്നെ പറയാം.